പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാത വന്ദനം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില പ്രഭാതങ്ങളിൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ യുഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഉഭയസമ്മതം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം തുടങ്ങിയ സമയം മുതൽ ഒരുപാട് നല്ല നല്ല കമൻസുകൾ എനിക്ക് വരുവാനിടയായി. അതിൽ ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവരുടെ റിക്വസ്റ്റ് മാനിച്ച് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ ആ പഠനം നിർത്തി നമ്മുടെ അടുത്ത യുഗമായ മനസാക്ഷി യുഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന് താല്പര്യപ്പെട്ടെങ്കിലും ഈ പ്രഭാതവും കൂടെ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഞാൻ സമയത്തെ വേർതിരിക്കുകയാണ്. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പഠന പരമ്പരയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എനിക്കാവശ്യമായ എല്ലാവിധമായ കൈത്താങ്ങലും തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഒരു പ്രാവശ്യമുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരെയും ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉഭയസമ്മതം എന്ന് വെച്ചാൽ എന്താണ്? ഉഭയസമ്മതത്തിന് എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമുള്ള പേരുകൾ നമുക്ക് ഒന്ന് നോക്കാം. എബ്രായ ഭാഷയിൽ ബറിയത്ത് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ബറിയത്ത്. ഈ ബറിയത്ത് എന്ന പദം ചില ആൽഫബറ്റ് ചേർത്തെഴുതിയെങ്കിൽ മാത്രമേ, അതായത് എബ്രായ ഭാഷയിലെ ചില ആൽഫബറ്റ്സ് നമ്മൾ ചേർത്തെഴുതിയെങ്കിൽ മാത്രമേ ഈ ബറിയത്ത് എന്ന പദം നമുക്ക് കിട്ടുകയുള്ളൂ. ബേത്ത് എന്ന് പറയുന്ന ആൽഫബറ്റ്, അതിൻ്റെ അർത്ഥം ഹൗസ് എന്നാണ്. ഈ എബ്രായ ഭാഷയിൽ ഓരോ ആൽഫബറ്റും ഓരോ അർത്ഥങ്ങളാണ്, അതിന് ഓരോ പിക്ചറൈസേഷൻസ് ഉണ്ട്. അതിൽ ബേത്തിന് ഹൗസിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ റേഷ് എന്ന പദമാണ്, അത് ഹെഡാണ്, തലയുടെ ചിത്രമാണ്. മൂന്നാമത്തെ ആൽഫബറ്റ് യോദാണ്, അതിന് ഹാൻഡ്, ആം ആണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ പദം താവ് എന്ന പദമാണ്, അതിന് ക്രോസ് എന്നാണ് അർത്ഥം. ഈ ബറിയത്ത് എന്ന് പറയുന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത് കവനന്റ് അല്ലെങ്കിൽ ഉഭയസമ്മതം എന്നാണ് അതിൻ്റെ മലയാള പദം. ഈ പദം ഏകദേശം 285 പ്രാവശ്യത്തോളം ഈ ഉഭയസമ്മതത്തിനായി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രീക്ക് പദങ്ങൾ സിന്താക്കെ ഒഡയാത്താക്കെ എന്ന പദമാണ്. ഇത് രണ്ടിൻ്റെയും അർത്ഥം ബൈൻഡിങ് ടുഗദർ എന്നാണ്. ഈ ഉഭയസമ്മതം എന്ന് പറഞ്ഞാൽ ഒന്നോ അതോ രണ്ടോ അതിലധികം ആൾക്കാരുമായി നടത്തുന്ന ഒരു ലീഗൽ എഗ്രിമെൻറ്റ് ഓർ ലീഗൽ കോൺട്രാക്റ്റ്, ഇതിനെയാണ്, ഈ മുദ്രയാണ് ഉഭയസമ്മതം എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് അല്പവും കൂടെ വിശദീകരിച്ച് പഠിക്കുവാനായിട്ട് ഞാൻ ഈ ഭാഗത്തെ ഒരു 15 കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഉഭയസമ്മതത്തിൻ്റെ അല്പം കൂടെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ഒരു 15ഓളം കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഒന്നാമത് പ്രളയത്തിന് മുൻപുള്ളൊരു കാലഘട്ടമാണ്. അത് സൃഷ്ടി മുതൽ നോഹയുടെ ജലപ്രളയം വരെയാണ്. രണ്ടാമത് പ്രളയത്തിന് ശേഷമുള്ളതാണ്. അത് പ്രളയം മുതൽ അബ്രഹാമിൻ്റെ വിളി വരെയുള്ള കാലഘട്ടമാണ്. മൂന്നാമത് പിതാക്കന്മാരുടെ കാലഘട്ടമാണ്. അത് അബ്രഹാമിൻ്റെ വിളി മുതൽ യാക്കോബിൻ്റെ ഭവനം മിസ്രൈമിലേക്ക് പോകുന്നത് വരെയുള്ള കാലഘട്ടമാണ്. ഇനി മിസ്രൈമേ കാലമാണ്. മിസ്രൈമിൽ യാക്കോബിൻ്റെ സന്തതി വന്നത് മുതൽ ചെങ്കടൽ കടക്കുന്നത് വരെയുള്ള കാലഘട്ടം. അടുത്തത് അഞ്ചാമത്തത് പ്രയാണ കാലഘട്ടമാണ്. അത്
ചെങ്കടൽ കടന്നത് മുതൽ യോർദാൻ കടക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ്. 6ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കീഴടക്കലിൻ്റെ കാലഘട്ടമാണ്. യോർദാൻ കടക്കുന്നത് മുതൽ 1ാമത്തെ ന്യായാധിപനെ വാഴിച്ച സമയം വരെയുള്ള കാലഘട്ടം. 7ാമത്തെ കാലഘട്ടം ന്യായാധിപന്മാരുടെ കാലഘട്ടമാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ന്യായാധിപന്മാരെ ആക്കിയത് മുതൽ രാജ്യസ്ഥാപനം വരെയുള്ള കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി 8ാമത് സംഘടിത രാജ്യത്വ കാലഘട്ടമാണ്. അതായത് രാജ്യം സ്ഥാപിച്ചത് മുതൽ അതിൻ്റെ വിഭജനം വരെ. ഈ സംഘടിത രാജ്യത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെടുകയാണ്. അങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ട് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് ശൗലിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തു. ശൗല് മുതൽ ശലോമോൻ വരെയുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തെയാണ് സംഘടിത രാജ്യത്വ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വിഭജിത രാജ്യത്വ കാലഘട്ടമാണ്. അതായത് ശലോമോൻ്റെ കാലശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. യഹൂദ എന്ന് പറയുന്ന ഒരു രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് തെക്ക് വടക്ക് ഇങ്ങനെ 2 രാജ്യങ്ങളായിട്ട് ഇവർ വിഭജിക്കപ്പെട്ടു. അങ്ങനെ വിഭജനം മുതൽ ശമരിയുടെ വീഴ്ച വരെയുള്ള BC 722 കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തെയാണ് വിഭജിത രാജ്യത്വ കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ ഇനി 10ാമത് യഹൂദയുടെ കാലഘട്ടമാണ്. അത് ശമരിയുടെ വീഴ്ച മുതൽ യെരുശലേമിൻ്റെ വീഴ്ച വരെ 586 BC-യിലാണ്. ഈ കാലഘട്ടത്തെ യഹൂദ കാലഘട്ടം എന്ന് പറയുന്നു. 11ാമത് പ്രവാസ കാലഘട്ടമാണ്. അതായത് യെരുശലേമിൻ്റെ വീഴ്ച മുതൽ കോരശിൻ്റെ വിളംബരം വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടം BC 536 ഈ പ്രവാസ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ വിഭജന ശേഷം 2 രാജ്യങ്ങളായി ഇവർ വിഭജിക്കുന്നു. ഇസ്രായേൽ എന്നും യഹൂദ എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ. അതിൽ ആദ്യം പ്രവാസത്തിലേക്ക് പോകുന്നത്, അശൂരിൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ്. 2ാമതാണ് യഹൂദ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോകുന്നത്. ഈ 2 രാജ്യങ്ങളും പ്രവാസത്തിൻ്റെ അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ ആ ഒരു നുകത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്ന ജനതയാണ്. ഇനി 12ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പുനരുദ്ധാരണ കാലഘട്ടമാണ്. കോരശ് വിളംബരം ചെയ്യുന്നത് മുതൽ നെഹമ്യാവിൻ്റെ നിർമ്മാണം വരെ BC 432 കാലഘട്ടമാണ്. 13ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പഴയ പുതിയ നിയമങ്ങൾക്കിടയിലുള്ള കാലഘട്ടമാണ്. നെഹമ്യാവ് പണി തീർത്തതു മുതൽ യോഹന്നാൻ സ്നാപകൻ്റെ ആഗമനം വരെയുള്ള ഒരു കാലഘട്ടം. ഇനി 14ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടമാണ്. യോഹന്നാൻ സ്നാപകൻ വന്നതു മുതൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള കാലഘട്ടം. 15ാമത്തത് സഭയുടെ കാലഘട്ടമാണ്. പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ ഉൽപ്രാവണം വരെയുള്ള കാലഘട്ടം. ഇങ്ങനെ ഈ കാലഘട്ടങ്ങളെ നമുക്ക് തരംതിരിച്ച് പഠിക്കുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മനസ്സാക്ഷി യുഗത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവിക സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും പൊതിയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.